വെൽവിൻ റെക്കോർഡ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആലപ്പുഴയിലെ കായലിൽ കൂടിയുള്ള കേരള സ്റ്റേറ്റ് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേഗ 2 എന്ന ലക്ഷൂറിയസ് ബോട്ട് യാത്രയാണ്. മണിക്കാണ് ബോട്ട് വിടുന്നതെങ്കിലും മാക്സിമം 10:30 തന്നെ ബോട്ടിൽ കയറാൻ തയ്യാറായിട്ട് വരണം. അത് ഫാമിലിയായി വരുന്നവർക്ക് ഒന്നിച്ചിരിക്കുവാൻ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തരുവാൻ വേണ്ടിയാണ് ഈ സമയത്ത് വരാൻ പറയുന്നത്. ഈ ബോട്ട് യാത്ര 4 മണിക്ക് തിരികെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേരും. ഏകദേശം 50 കിലോമീറ്ററാണ് കവർ ചെയ്യുന്ന ദൂരം. 120 ആളാണ് സീറ്റിംഗ് കപ്പാസിറ്റിയിൽ. 45 ആൾ AC-യിലും 75 ആൾ നോൺ AC-യിലും. ബുക്കിങ്ങിനായിട്ട് നേരത്തെ പൈസ ഒന്നും കൊടുക്കേണ്ട. പക്ഷേ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്താൽ നമ്മുടെ സീറ്റ് കൺഫേം ചെയ്യും. ബോട്ടിനകത്ത് കയറിയിരുന്നതിന് ശേഷം മാത്രം നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി. ആദ്യമായി ഈ ബോട്ടിൻ്റെ ഉൾവശമൊന്ന് കാണാം. വളരെ മനോഹരമായ ഒരു ബോട്ടാണിത്. AC-യിൽ ഒരു സീറ്റിന് 600 രൂപയും നോൺ AC-യിൽ ഒരു സീറ്റിന് 400 രൂപയുമാണ് ചാർജ്. ഇതിൽ മൊത്തം ട്രാവൽ സമയം 5 മണിക്കൂറാണ്. 11 മണിക്ക് യാത്ര പുറപ്പെട്ട് 4 മണിക്ക് തിരിച്ചു വരും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയതും ഏറ്റവും വലിയ കായലുമായ കേരളത്തിലെ വേമ്പനാട്ട് കായലിൽ നാം എത്തിച്ചേരുന്നു. ഏകദേശം 1 മണിക്കൂറിലധികം വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിച്ചു വേമ്പനാട്ട് കായലിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക നദീജന്യ ദ്വീപായ പാതിര മണൽ ദ്വീപിൽ എത്തിച്ചേരുന്നതാണ്. ഏകദേശം അരമണിക്കൂർ നേരമാണ് സഞ്ചാരികൾക്ക് ദ്വീപ് സന്ദർശനത്തിനായി അനുവദിച്ചിട്ടുള്ളത്. ദ്വീപ് സന്ദർശനം പൂർത്തിയായ ശേഷം തിരികെ മടങ്ങി ബോട്ടിലെത്തി ഉച്ചഭക്ഷണവും പൂർത്തിയാക്കി പിന്നീട് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് ലോക സഞ്ചാര ഭൂപടത്തിൽ തന്നെ ഏറെ ആകർഷിക്കപ്പെട്ട കുമരകം എന്ന കായൽ ഗ്രാമത്തിൻ്റെ തീരങ്ങളിലേക്കാണ്. കുമരകത്തിൻ്റെ തീരങ്ങളിലൂടെ സഞ്ചരിച്ച് പിന്നീട് നാം എത്തിച്ചേരുന്നത് കേരളത്തിൻ്റെ നെല്ലറ എന്ന് ഒരു കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കുട്ടനാട്ടിലേക്കാണ്. കുട്ടനാടൻ കായൽ സഞ്ചരിച്ച് നമ്മൾ യാത്രയുടെ അവസാന ഭാഗം പുണ്യനദിയായ പമ്പയിൽ എത്തിച്ചേരുന്നതാണ്. ഏകദേശം അരമണിക്കൂറോളം പമ്പാ നദിയിലൂടെ സഞ്ചരിച്ച് 4 മണിയോടുകൂടി അവസാനിക്കുന്നതാണ് നമ്മുടെ ഈ യാത്രാ പദ്ധതി. ഈ യാത്ര സുരക്ഷിതവും സന്തോഷപ്രദവുമാക്കുവാൻ ബോട്ട് ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ യാത്രക്കാർ പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിന്നും ബോട്ടിൽ യാത്ര പുറപ്പെട്ടു. ഇവിടെ നമുക്ക് ഒരുപാട് ഷിക്കാരി വള്ളങ്ങൾ, ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ കാണാൻ കഴിയും. സമീപവാസികൾ വീട്ടുകാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇവയൊക്കെ. നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കുഞ്ഞമട കായലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റിലേക്കാണ്. ഏതാണ്ട് 1200 മീറ്ററാണ് ഈ വള്ളംകളി നടക്കുന്ന ഡിസ്റ്റൻസ്. കുഞ്ഞമട കായൽ തുടങ്ങുന്ന ഭാഗത്താണ് കൂടുതൽ ഹൗസ് ബോട്ടുകൾ കാണുന്നത്. വളരെ വലിയ ബോട്ടായതുകൊണ്ട് തന്നെ യാതൊരുവിധ അനക്കവുമില്ല. ഈ ബോട്ടിനകത്ത് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്.
പുറകുവശത്ത് നിന്ന് 2 വശത്തുമുള്ള കാഴ്ചകൾ കാണാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ബോട്ടിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളും കാണാനുള്ള സൗകര്യമുണ്ട്. വളരെ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന കായലാണ് ബോട്ടിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുക. പാട്ടും ഡാൻസുമായാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. ഉച്ചയ്ക്കുള്ള ഊണ്, ചായ, സ്നാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബോട്ടിനകത്ത് ഉണ്ട്. അത് കുടുംബശ്രീയാണ് ഒരുക്കുന്നത്. അതിന് സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൂടെ കൊടുക്കണം. യാത്ര ചെയ്ത ദിവസം നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. എങ്കിലും ബോട്ട് കായലിലേക്ക് എത്തിച്ചേർന്നതോടുകൂടി നല്ല ഇളം കാറ്റുണ്ടായിരുന്നു. കായലിലെ ചെറുഓളങ്ങളുടെയും വിവിധ ഇനം ബോട്ടുകളുടെയും ശബ്ദവും ഇളം കാറ്റും ഒക്കെ ഒരു പ്രത്യേക വൈബാണ്. അത് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. അനുഭവിച്ച് തന്നെ അറിയണം. കുട്ടനാടൻ ജനതയുടെ ജീവിത രീതികൾ നേരിട്ട് കണ്ടറിയുവാനും ഈ യാത്ര വളരെ ഉപകാരപ്രദമാണ്. കരയിൽ ജീവിക്കുന്നവർക്ക് കാറും ഇരുചക്ര വാഹനങ്ങളും പോലെയാണ് ഇവിടുത്തുകാർക്ക് വള്ളങ്ങളും ബോട്ടുകളും. ഒഴിവ് ദിവസങ്ങളിൽ ഫാമിലിയോടൊത്ത് ഒരു 1 ഡേ ടൂർ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ യാത്ര ഒരു നല്ല ഓപ്ഷനാണ്. പോക്കറ്റ് കാലിയാവുകയും ഇല്ല. കുട്ടികൾക്കിതൊരു വേറിട്ട അനുഭവമായിരിക്കും. വൈകിട്ട് 4 മണിക്ക് യാത്ര അവസാനിക്കുന്നതിനാൽ കേരളത്തിൻ്റെ വടക്ക് തെക്ക് ജില്ലകളിൽ നിന്നും വരുന്നവർക്ക് ധാരാളം ട്രെയിനുകളും KSRTC ബസ്സുകളും ഈ സമയത്ത് ഉണ്ട്. KSRTC ബസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും ആലപ്പുഴ ബോട്ട് ജെട്ടിയുടെ വളരെ അടുത്ത് തന്നെയാണ്. സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് പെയ്ഡ് പാർക്കിംഗ് സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട്. ബോട്ട് ജെട്ടിയുടെ അടുത്തടുത്ത് തന്നെ വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ ധാരാളമുണ്ട്. കൂടാതെ കായൽ, കടൽ, ഫുഡ് വെറൈറ്റികൾ ലഭിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ സമീപത്ത് തന്നെയുണ്ട്. ബോട്ട് യാത്രയിൽ പുറത്തുനിന്നും കൊണ്ടുവരുന്ന ഫുഡും അനുവദനീയമാണ്. പുറത്തുനിന്നും ഭക്ഷണവുമായി വരുന്നവർ അതിൻ്റെ വേസ്റ്റുകൾ യഥാസ്ഥാനത്ത് നിക്ഷേപിക്കണം എന്ന് മാത്രം. വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നതിന് ബോട്ടിനുള്ളിൽ പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ട് ശുചിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി കടമയാണ്.
റോഡിൽ മാത്രമല്ല കേട്ടോ ഫ്രീക്കന്മാരുള്ളത്. ദാ പോകുന്നു ഒരു വിരുദ്ധൻ. ബോട്ടിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ മുൻഭാഗത്തേക്ക് നടന്നു. കുറച്ച് പേർ ഫ്രണ്ടിലുണ്ടായിരുന്നു. എല്ലാവർക്കും കൂടി അവിടെ നിൽക്കാൻ സ്ഥല സൗകര്യം കുറവാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. അവിടെ നേരെ കാണുന്നതാണ് പാതിരാമണൽ ദ്വീപ്. കണ്ടൽക്കാടുകൾ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപാണ്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഇവിടെ എത്തിയത്. ഇവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് ബോട്ടിൽ തിരികെ എത്തി ഉച്ചഭക്ഷണം കഴിച്ചത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലായിരുന്നു ഉച്ചഭക്ഷണം. യാത്രക്കിടയിൽ ഞങ്ങൾ ആകെ ഇറങ്ങിയത് പാതിരാമണൽ ദ്വീപിലായിരുന്നു. ഇവിടെ ഈ പാതിരാമണൽ ദ്വീപിൽ ഒരുപാട് പക്ഷികളെ ഒന്നും പ്രതീക്ഷിക്കരുത്. എങ്കിലും ഉപ്പൻ, കുരുവി, കൊക്ക്, മാടത്തത്ത, നീർക്കാക്ക, അണ്ണാൻ ഒക്കെയുണ്ട്. ചീവീടിൻ്റെയും ചെറു പക്ഷികളുടെയും ശബ്ദമാണ് എവിടെയും. ചില സീസണുകളിൽ ദേശാടന പക്ഷികളും ഇവിടെ എത്താറുണ്ട്.
ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ ആലപ്പുഴ വേഗ ടു ആഡംബര ബോട്ടിലുള്ള യാത്ര ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കുടുംബസമേതമായിട്ട് വന്ന് ഈ യാത്ര ചെയ്യണം. സീറ്റ് ബുക്ക് ചെയ്യുവാനുള്ള നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.